നമ്മളെല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, ന്യൂട്രൽ ലൂസായി കഴിഞ്ഞാൽ ആർ സി സി ബി ട്രിപ്പാകും എന്നുള്ളത്. അപ്പോൾ ന്യൂട്രൽ ലൂസായി കഴിഞ്ഞാൽ ആർ സി സി ബി ട്രിപ്പാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ആരും വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുമില്ല. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന അറിയാമല്ലോ, ആർ സി സി ബി ട്രിപ്പിങ്ങിൻ്റെ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ട്രിപ്പ് ആകുന്നത് ന്യൂട്രൽ ലൂസായി കഴിഞ്ഞാൽ എന്നുള്ളത്. അതുപോലെ ന്യൂട്രൽ വോൾട്ടേജ് കൂടിയാൽ എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നു എന്നുള്ളതും നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ കുറച്ച് ഐഡിയാസ് പറയാം. അത് നിങ്ങളും കൂടെ ഒന്ന് വിലയിരുത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. നമുക്ക് ഈ ഗ്രൂപ്പിൽ മാത്രം മതി, പൊതുവായിട്ട് വേണ്ട. നമ്മുടെ ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറയാം, ഈ ഒരു ന്യൂട്രൽ ലൂസാകുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ, ഈ ന്യൂട്രൽ ലൂസാവാത്ത സമയത്ത് ഫേസിലൂടെ കറണ്ട് ഒഴുകി വന്നൊരു ലോഡിലൂടെ തിരിച്ച് ന്യൂട്രലിലൂടെ ട്രാൻസ്ഫോമറിൽ എത്തിച്ചേരാനായിട്ട് നല്ല ഒരു പാത്ത് കിടപ്പുണ്ട്, നല്ലൊരു വഴി കിടപ്പ്, നല്ലൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവാനുള്ളൊരു സർക്യൂട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ വയറിങ്ങിൽ ലീക്കേജ് ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. അപ്പോൾ മൈലുകൾ കിടന്ന് കരയുന്നതിൻ്റെ ശബ്ദമാണത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ചെറിയ ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. വയറിങ്ങിനകത്ത് ചെറിയൊരു ലീക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കറണ്ട് അതിലെ ഒഴുകുന്നതിന് പകരം കൂടുതലും ഒഴുകാൻ സാധ്യതയുള്ളത് ഈ ന്യൂട്രലിലൂടെ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നല്ല സുഗമമായിട്ടുള്ളൊരു പാത്ത് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ന്യൂട്രൽ ലൂസാവുന്ന സമയത്ത് ഈ വയറിങ്ങിൻ്റെ എല്ലാ ഏരിയയിലേക്കും എവിടെ വരെ വയറിംഗ് ഉണ്ടോ അവിടെ എല്ലായിടത്തും ഫേസ് എത്തപ്പെടുമ്പോൾ അതിന് ഒരു, അതായത് എവിടെയൊക്കെ ചെറിയ ലീക്കേജ് ഉണ്ടോ ആ ലീക്കേജിലൂടെ എല്ലാം മാക്സിമം കറണ്ട് ഭൂമിയിലേക്ക് പോകും. അതായത് ന്യൂട്രലിലൂടെ പോകേണ്ട കറണ്ട് ഭൂമിയിലേക്ക് പോകും, ഭൂമിയിലൂടെ ട്രാൻസ്ഫോമറിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കറണ്ട്, അതായത് ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് നോർമൽ രീതിയിൽ നിന്ന് കൂടുകയും ആർ സി സി ബി അതിനെ സെൻസ് ചെയ്യും. ന്യൂട്രലിലൂടെ തിരിച്ചു പോകുന്നില്ലല്ലോ, അപ്പോൾ അവിടെ ഒരു അൺബാലൻസിങ് കറണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അത് ആർ സി സി ബി സെൻസ് ചെയ്യുകയും അവിടെ ട്രിപ്പിംഗ് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഫേസിലൂടെ കറണ്ട് ഉണ്ടല്ലോ ആ സമയത്ത് എന്താ ലീക്കേജ് സംഭവിക്കാത്തതെന്ന് ചിന്തിക്കും. നമ്മുടെ വയറിങ്ങിൻ്റെ വെറും ഒരു 10% മാത്രമേ ഫേസ് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുള്ളൂ. അത് നമുക്കറിയാമായിരിക്കുമല്ലോ. എം സി ബി ഇപ്പോൾ മെയിൻ സ്വിച്ച് കഴിഞ്ഞു, ഡി ബിയിലെത്തി, അവിടെ നിന്ന് എം സി ബി വഴി ഓരോ ലോഡിൻ്റെ സ്വിച്ചുകൾ വരെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. എല്ലാ ലോഡും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വയറിങ്ങിൻ്റെ ഒരു 10-15% മാത്രമേ അത് കയറി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തും ഈ ഫേസ് വയറുകളിലുണ്ടാകുന്ന ചെറിയ ലീക്കേജ് അവിടെ സംഭവിക്കുന്നുണ്ടാവും. അത് കൂടാതെ ഏതെങ്കിലും ലോഡ് വഴിയാണെങ്കിൽ തന്നെയും, ഇപ്പോൾ ഒരു ലോഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഫേസ് ആ ലോഡിലൂടെ കയറി ഇറങ്ങി പോകാനൊരു വഴി അവിടെ ന്യൂട്രലിലൂടെ ഉണ്ട്. അതുകൊണ്ട് പരമാവധി മാക്സിമം കറണ്ട് ന്യൂട്രലിലൂടെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ അവിടെ ഒരു ലീക്കേജിൻ്റെ അല്ലെങ്കിൽ ഒരു അൺബാലൻസിങ് കറണ്ടിൻ്റെ ഇത് കാണിക്കില്ല. ന്യൂട്രൽ എപ്പോൾ ലൂസ് വരുന്നോ ആ സമയത്ത് വയറിങ്ങിൻ്റെ എല്ലായിടത്തും ഫേസ് എത്തിപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, എല്ലായിടത്തും ഫേസ് എത്തിപ്പെടുമ്പോൾ നേരത്തെ 10% സ്ഥലത്തേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10-15% സ്ഥലത്തെ ഫേസ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ പിന്നീടത് ആ വയറിങ്ങിൻ്റെ എല്ലാ ഏരിയയിലും എത്തിപ്പെടുമ്പോൾ 100% ഏരിയയിലും ഫേസ് എത്തിക്കഴിയുമ്പോൾ മാക്സിമം ലീക്കേജ് ഗ്രൗണ്ടിലേക്ക് സംഭവിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന സബ്മേഴ്സിബിൾ പമ്പിനൊക്കെ മാക്സിമം ലീക്കേജ് സംഭവിക്കും. അതുപോലെയുള്ള എല്ലാം, വാട്ടർ ഹീറ്റർ ആണെങ്കിലും ലോഡുകളിലൂടെയും ഏതിലേക്ക് ഒരു ചെറിയ ലീക്കേജ് ഉണ്ടോ അതിലെല്ലാം മാക്സിമം കറണ്ട് ലീക്കേജ് സംഭവിക്കും, ട്രിപ്പിംഗ് സംഭവിക്കും. അപ്പോൾ എന്താണ് അവിടെ വേണ്ടത്? ഇങ്ങനെ ന്യൂട്രൽ ലൂസായാലും ട്രിപ്പ് ആവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ വാല്യൂ മാക്സിമം ആക്കണം. നമുക്ക് എത്രത്തോളം നല്ല ഇൻസുലേഷൻ വാല്യൂ കിട്ടുന്നോ അത്രത്തോളം ഉയർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ന്യൂട്രൽ ലൂസായാലും അവിടെ ട്രിപ്പിംഗ് സംഭവിക്കത്തില്ല. പക്ഷേ ലൈറ്റ് ഒന്ന് മിന്നി അങ്ങ് പോകും, അല്ലെങ്കിൽ മിന്നി നിൽക്കും. അറിയാലോ, ഒരു സർവീസർ ലൂസ് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നേരത്തേക്ക് അറിയാമല്ലോ. അതുപോലെ മിന്നി നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു വലിയ ഒരു സംഭവം ആയതുകൊണ്ട്, അതായത് വലിയൊരു വീഡിയോ ആയതുകൊണ്ട്, 4 മിനിറ്റോളം വരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരാം നമ്മുടെ ഗ്രൂപ്പിലേക്ക് കേട്ടോ. ഓക്കെ.